2025 കറണ്ട് ബില്ല് കെട്ടാൻ അറിയാത്ത ആൾക്കാരാണ് എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. എങ്ങനെ ഈസി ആയിട്ട് ഓൺലൈൻ ആയിട്ട് കറണ്ട് ബില്ല് കെട്ടാമെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഗൂഗിൾ പേ എടുക്കുക, എന്നിട്ട് ജസ്റ്റ് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഇവിടെ ഇലക്ട്രിസിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ കാണും, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമ്മുടെ സപ്ലയർ ഏതാണ് നോക്കണം. അപ്പോൾ കേരള ഇലക്ട്രിസിറ്റി ആണ്, നമ്മുടെ KCB ആണ്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നേരത്തെ നിങ്ങൾ അക്കൗണ്ട് ലിങ്ക്ഡ് ആണെങ്കിൽ ലിങ്ക് കൊടുക്കുക, ഇല്ലെങ്കിൽ ലിങ്ക് അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കുക. ആൻഡ് ഇവിടെ കൺസ്യൂമർ നമ്പർ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കൺസ്യൂമർ നമ്പർ ഈ ബാർകോഡിന്റെ താഴെ കയറുന്ന ## എന്ന് പറഞ്ഞ ബാക്കി കാണുന്ന നമ്പർ ഉണ്ട്, അതിൽ നമ്പർ മാത്രം നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. താഴെ നിക്നെയിം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആരുടെയാണോ നമ്മൾ റെന്റ് എടുക്കുന്നത്, ഇപ്പൊ നമ്മുടെ ആണെങ്കിൽ നമ്മുടെ പേര് കൊടുക്കുക, അല്ലെങ്കിൽ വേറെ ആരുടെങ്കിലും ആണെങ്കിൽ അവരുടെ പേര് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. നമ്മൾ മറ്റൊരാളുടെയാണ് അടയ്ക്കുന്നത്, അപ്പൊ അവരുടെ പേര് ടൈപ്പ് ചെയ്തുകൊണ്ട് ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. അങ്ങനെ നോക്കുന്ന സമയത്ത് അക്കൗണ്ട് ഹോൾഡറിന്റെ നെയിമും അതുപോലെ തന്നെ കൺസ്യൂമർ നമ്പർ, നിക്നെയിം, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അതൊക്കെ വെരിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് പേ ബില്ല് കൊടുക്കുക. അപ്പൊ 80 രൂപയാണ് ബില്ല് കറക്റ്റ് ആണോ എന്നും കൂടി നോക്കണം കേട്ടോ. പേ ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ പേ ആയിക്കോളും. ഇത്രയേ ഉള്ളൂ. കറണ്ട് ബില്ല് കെട്ടാൻ നേരത്ത് ഏതെങ്കിലും ഒരു ജങ്ക് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവുമല്ലോ, പുള്ളിക്കാരെ താഴെ ഒന്ന് മെൻഷൻ ചെയ്തേക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് പറഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് പേജ് ഒന്ന് ഫോളോ ചെയ്യുക.